കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ല എന്നാണ് VN വാസവൻ ഇന്നും ആവർത്തിച്ചത്. അതേസമയം ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്ന ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തലുണ്ട്. അപകടത്തിൽ ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് നൽകുമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സംസ്ഥാനമാകെ പ്രതിഷേധങ്ങൾ കനക്കുമ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്നൊരു ഉന്നതത്തിനകത്ത് കയറി വരാൻ കഴിയുന്നില്ല. അപ്പോൾ വസ്തുതാപരമായ കാര്യം ഇതാണെങ്കിൽ അതിനെ വളച്ചൊടിച്ചാണ് നിർത്തിവെക്കാൻ പറയുന്നത്. അങ്ങനെ നിർത്തിവെക്കാൻ ആരും ഇത് തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഈ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നത് പറയുന്നത് കേട്ടിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ അവിടെ ചില ആളുകൾ ചെയ്തത്. അപകട സ്ഥലം സന്ദർശിച്ച കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവേലും ഇക്കാര്യം ആവർത്തിച്ചു. ഡോക്ടറുമായി സംസാരിച്ചപ്പോഴത്തേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന രോഗികളാണ് 10ലേക്ക് പ്രധാനമായും അവരെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പം അവർക്ക് അത്രയും ദൂരം പോയി അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് താൽക്കാലികമായി അത് തുറന്നു കൊടുത്തതെന്നാണ് ബന്ധപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ന്യായീകരിച്ചും മന്ത്രിമാർ രംഗത്തെത്തി. അപ്പോൾ മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള കൃത്യവിലോപമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ആവശ്യപ്പെട്ടു. അതേസമയം ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. എല്ലാ മെഡിക്കൽ കോളേജുകളിലും സമാനാവസ്ഥ. മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെയും മേധാവികൾ നാളെ റിപ്പോർട്ട് നൽകണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശിച്ചു. സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിൽ രോഗികളോ കൂട്ടിരിപ്പുകാരോ ഇല്ലെന്ന് ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശം. 24 തിരുവനന്തപുരം.